ഞാൻ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഇത്രയും നേരം ഞാൻ ക്ഷണിച്ച വ്യക്തികളെ പോലുള്ള ഒരാളല്ല. ഒരു പവർ ഹൗസാണ് ഈ ഡയസിലേക്ക് വരാൻ പോകുന്നത്. ഇന്ന് ഈ ബിസിനസ് നെഞ്ചോട് ചേർത്ത് ചെയ്യുന്നതിൽ ഒരുപാട് പങ്കുവഹിക്കുന്ന നമുക്കൊക്കെ ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള ഹരിശ്രീ പറഞ്ഞു തരുന്ന കമ്പനിയുടെ വേവ്സിന്റെ പവർഫുൾ ട്രെയിനർ ശ്രീ ജിനോ മാച്ചാറിനെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ ഊഷ്മളമായ ഒരു നിറഞ്ഞ കയ്യടിയോടുകൂടി ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സാർ, പ്ലീസ് 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 വെൽക്കം. നല്ലൊരു കയ്യടിയോടുകൂടി. ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു. പ്ലീസ്. Hello. Are you happy? I want to feel your happiness. I want to feel your happiness. Come on. That is the waves. The waves is a magnetic force that's surrounding you beyond your limit. തിരമാലകൾ പോലെ, തരംഗങ്ങൾ പോലെ, ചെറിയ കാറ്റ് പോലെ നമുക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്ന വേവ്സ്. In this meeting, ഈ ഒരു പ്രോഗ്രാമിനകത്ത് ആ വേവ്സിന്റെ പവർ അത് നമുക്കൊന്ന് അറിയാൻ പറ്റണം. സോർണോ? യെസ്? ആർ യു റെഡി? അങ്ങനെയാണെങ്കിൽ ഇവിടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്നിട്ടൊരു കാര്യമില്ല. എല്ലാവരും റിലാക്സ്ഡ് ആയിരിക്കണം. ഞാൻ തോന്നുന്നു ഒരു 2-3 മണിക്കൂർ നേരമായിട്ട് ഇങ്ങനെ ഇരുന്നതിൻ്റെ ക്ഷീണം ആർക്കെങ്കിലും ഉണ്ടോ? ഹലോ, ആരെല്ലാം ക്ഷീണിച്ചിരിക്കുന്നുണ്ടോ? എഴുന്നേക്കേണ്ട കാര്യമുണ്ടോ? നോ? റെഡിയല്ലേ? യെസ്. ഇന്നൊരു എൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഒരു സമയത്ത് 1800-കളിൽ ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുവാൻ വേണ്ടി ഇന്റലക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന പേരിൽ തന്നെ കടന്നു വന്ന ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഓർ ഡയറക്റ്റ് സെയിൽസ് ഇൻഡസ്ട്രിയുടെ ലോകത്തിലെ ജനസംഖ്യയുടെ കാര്യത്തിൽ 2ാമത് നിൽക്കുന്ന രാജ്യമായ ഇന്ത്യയിൽ ഈ ഇൻഡസ്ട്രിയുടെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചധികം കാലങ്ങളായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്, സജീവരാജ് സാർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ഇത് 1ാം നമ്പറോ 2ാം നമ്പറോ, ഇത് ശരിയോ തെറ്റോ എന്നറിയത്തില്ലാതെ ഈ ലോകം പകച്ചു നോക്കി നിൽക്കുന്ന സമയത്ത് ചങ്കൂറ്റത്തോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെയിൽസ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിക്കൊരു ഭാഗമുണ്ട്, ഒരു സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇന്ത്യയിൽ ഒരു കമ്പനിക്കും കോമ്പീറ്റ് ചെയ്യുവാൻ കഴിയാത്തത്ര നിലയിൽ എംഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന പേരുള്ള ഈ കമ്പനിയെ പടുത്തുയർത്തി ഇന്ത്യയുടെ ഓരോ തെരുവുകളിലും അച്ചീവേഴ്സിന്റെ എണ്ണത്തെ കൂട്ടം കൂട്ടമായി എഴുന്നേൽപ്പിച്ച് നിർത്തിയ നമ്മുടെ പവർഫുൾ മാനേജ്മെന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ആദരവോടുകൂടി വളരെ ബഹുമാനത്തോടു കൂടി ഇരിക്കുന്ന നമ്മുടെ കമ്പനിയുടെ CEO മിസ്റ്റർ കൈലാഷ് ഭട്ട് സാറിന്റെ മുൻപിൽ ഒരു 2 നിമിഷം സംസാരിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നതിൽ ഞാൻ ഹാപ്പിയാണ്.
നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ, ലോകത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയ ഈ ഇൻഡസ്ട്രിയുടെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ, ഈ ചരിത്രം ഒരുവിധം എഴുതുവാൻ തയ്യാറായാൽ അതിൽ മാറ്റിവെക്കുവാൻ കഴിയാത്തൊരു പേര് ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഹിസ്റ്ററിയിൽ ഒഴിവാക്കുവാൻ വയ്യാത്ത ഒരു പേരുണ്ട് എങ്കിൽ വിതൗട്ട് എനി ഡൗട്ട് എല്ലാവരും പറയുന്നൊരു പേരേ ഉള്ളൂ. അത് മിസ്റ്റർ PV അശോകൻ. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടുകൂടി സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ ഹാപ്പിയാണ്. യെസ്, യു ക്യാൻ ക്ലാപ്പ് മാൻ. ഗ്രാൻഡിന്റെ മാനേജിംഗ് പാർട്ട്ണർ, ഇവിടെ തൻ്റെ കഴിവ് തെളിയിച്ച് വന്നിരിക്കുന്ന ലീഡേഴ്സ്, നാളെയെക്കുറിച്ച് സ്വപ്നം കണ്ടു വന്നിരിക്കുന്ന എല്ലാവർക്കും മുമ്പിൽ സംസാരിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നതിന് ഐ എം ഹാപ്പി. ഇന്ന് ഒരു ചെറിയ പോയിന്റ്സ് മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ, ബിക്കോസ് ഐ എം ടു മച്ച് ഇമോഷണൽ. Just see, there's a point. Begin from walk to the end. Sometimes it may be an odd word for you. Begin from the end. Walk to the end. The end is the destiny. The end is our dream. It should convert to goal. ഈ ഒരു പോയിന്റ് എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ നിങ്ങളുടെ മുമ്പിൽ ഓരോരുത്തരും വന്ന് പറഞ്ഞപ്പോൾ ഇത് ചെയ്താൽ നേടാൻ പറ്റുന്ന സക്സസിനെ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കാം നമ്മൾ ഓരോരുത്തരും ഇതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത്. ആം ഐ റൈറ്റ്? റൈറ്റ്? അല്ലാതെ നമ്മളെ വിളിച്ചയാളെ ഒഴിവാക്കാൻ വയ്യാത്തത് കൊണ്ട് സൈൻ ചെയ്ത ആരെങ്കിലും കൂടെ ഉണ്ടോ? ഹലോ ഹലോ നോ. അങ്ങനെയാണ് എങ്കിൽ ഇതിനകത്ത് കടന്നു വന്ന ഈ മാർക്കറ്റിംഗ് പ്ലാൻ കേട്ടപ്പോൾ എനിക്കും ഇതിനകത്തൊരു അച്ചീവറായി മാറാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് തോന്നിയപ്പോഴല്ലേ നമ്മൾ ഇതിനകത്ത് സൈനപ്പ് ചെയ്തത്? യെസ് ഓർ നോ? യെസ്. എനിക്ക് നിങ്ങളുടെ റിപ്ലൈ വേണം കേട്ടോ. ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, താഴെ 2000-ഓളം ആളുകളുണ്ട്. ഹലോ? യെസ്. അപ്പോൾ ഇവിടെ പല ആളുകളും ചെയ്യുന്നത്, പല പല വ്യക്തികളും ചെയ്യുന്നത്, ഐ എം നോട്ട് യൂസിങ് ദ വേർഡ് ഓഫ് ലീഡേഴ്സ്, പല വ്യക്തികളും ചെയ്യുന്നത്, ഇന്ന് ഒരു കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് താല്പര്യം തോന്നിയത് കൊണ്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യും. പിന്നെ ഓരോ ദിവസവും നടന്ന് പോകുമ്പോൾ കയ്യിൽ കിട്ടുന്നത് എന്തൊക്കെയോ അതിനെ അച്ചീവ്മെൻ്റ് ആയിട്ട് കരുതി സക്സസ് ആണെന്ന് ധരിച്ച് നടക്കും. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഓരോ ദിവസവും യാദൃച്ഛയാ നമ്മുടെ കയ്യിൽ കിട്ടുന്നതിനെ സക്സസ് എന്ന് വിളിക്കരുത്. വെറുതെ വഴിയിൽ വെച്ച് നമുക്ക് കിട്ടുന്നതൊന്നും നമ്മുടെ സക്സസ് അല്ല. നമ്മൾ പ്ലാൻ ചെയ്ത്, നമ്മൾ പരിശ്രമിച്ച് ഞാനിത് നേടിയെടുക്കും എന്ന് പറഞ്ഞിട്ട് നേടിയെടുക്കുന്നത്, പറഞ്ഞിട്ട് അടിക്കുന്നതിനെയാണ് സക്സസ് എന്ന് വിളിക്കുന്നത്. യെസ് ഓർ നോ? ഹലോ? ലോട്ടറി എടുക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല എന്ന ഭാവമുണ്ട്. കിട്ടിയാൽ ഹാപ്പി, കിട്ടിയില്ലെങ്കിലും ഹാപ്പി. യെസ് ഓർ നോ? ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഇതിനെ അങ്ങനെ കമ്പയർ ചെയ്യരുത്. ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പണമല്ല. ആണോ? ആർ യു ഇൻവെസ്റ്റിംഗ് മണി ഇൻ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ്? നോ. ഇൻ ദിസ് ഇൻഡസ്ട്രി we are not investing money. We are investing our dreams, our credibility, our face value. Yes or no? In this industry, we are not investing money. We are investing our face value, our credibility, our knowledge, our dreams, our responsibility. Am I right? So no. So നമ്മൾ
നമ്മളുടെ ക്രെഡിബിലിറ്റിയും നമ്മളുടെ സ്വപ്നങ്ങളും നമ്മളെ ആശ്രയിച്ച്, നമ്മളെ വിചാരിച്ച്, നമ്മളെ വിശ്വസിച്ച് നമുക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളുടെ സ്വപ്നത്തെ കൂടെ നെഞ്ചിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഈ പണിയെടുക്കുമ്പോ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പൊട്ടി എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ പറ്റുമോ? പറ്റുമോ? ഹലോ, ഐ ആം ആസ്കിങ് ടു യു മാൻ. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? അങ്ങനെ നിൽക്കാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന, നമ്മളെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറച്ചധികം ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവും അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. അവർ നമ്മളെ വിശ്വസിക്കുന്നത്, അവർ നമ്മളുടെ മേൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് കിട്ടിയാ കിട്ടി എന്ന് ഓർത്തിട്ടല്ല. ആണോ? ആണോ? അവർ നമ്മളുടെ മേൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇതിനു മുകളിൽ എനിക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ മറ്റൊരു വ്യക്തി ഇല്ലാത്തത് കൊണ്ട്, ഇതിനേക്കാൾ മുകളിൽ ഒരു 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 ആശ്രയബോധം എന്നിൽ ജനിപ്പിക്കുവാൻ മറ്റൊരാൾക്കും കഴിയാത്തത് കൊണ്ട് ഐ ട്രസ്റ്റ് ഓൺ യു. യെസ് ഓർ നോ? യെസ്. ഇതിനെ നമുക്ക് പ്രൂവ് ചെയ്യണം. ഡിയർ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് എടുക്കുവാനുള്ള തീരുമാനത്തോടു കൂടി കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ള കാര്യം, ഇതൊരു തമാശ അല്ല. യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാരന്റെ മാനസികാവസ്ഥയിൽ വേണം നമ്മൾ ഈ ബിസിനസ് ചെയ്യാൻ. യെസ് ഓർ നോ? യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാരന്റെ മനസ്സിൽ ഒന്ന് പോയി നോക്കാം, പറ്റിയ 2 പാകിസ്ഥാനിയെ കൊന്നിട്ട് വരാം, ഇല്ലെങ്കിൽ തിരിച്ചു വരാം എന്നോർത്തുകൊണ്ട് യുദ്ധത്തിന് പട്ടാളക്കാരൻ പോകുവോ? 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 അവൻ പോകുമ്പോ അവന്റെ മനസ്സിൽ ഒറ്റ തീരുമാനമുള്ളൂ, യുദ്ധത്തിന് ഞാൻ പോകുമ്പോ I have only one decision, that I have to shoot and I have to reach my goal, otherwise I will not come back. Yes or no? Yes or no? Yes. എനിക്ക് വിജയിച്ചേ പറ്റൂ, എനിക്ക് വിജയിച്ചേ പറ്റൂ. പരാജയപ്പെടുവാൻ എനിക്ക് സമയമില്ല, പരാജയപ്പെടാൻ എനിക്ക് മനസ്സില്ല. ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം നമുക്ക്. യെസ് ഓർ നോ? ഹലോ എൻ്റെ സുഹൃത്തെ, എൻ്റെ ജീവിതത്തിലെ സക്സസ് എന്നെ അറിയുന്ന മറ്റൊരാളുടെ തീരുമാനമല്ല. എൻ്റെ സക്സസ്, the secret behind my success is the decision which I took. ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ് എൻ്റെ വിജയത്തിൻ്റെ കാരണം. Am I right? Am I right? എനിക്ക് വേണ്ടി ഈ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരെയും വിന്നേഴ്സ് ആക്കി മാറ്റാമെന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ കുലപതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അശോകൻ സാറ് തീരുമാനമെടുത്താലും it will not work out. അശോകൻ സാറ് തീരുമാനമെടുത്താലും, ഇവിടെ വന്നിരിക്കുന്ന കൈലാഷ് സാറ് തീരുമാനമെടുത്താലും, നിനക്ക് തീരുമാനമെടുക്കാൻ പറ്റിയില്ലെങ്കിൽ you have to understand your future should be a failure. ഹലോ, മനസ്സിലായോ? മനസ്സിലായോ? അശോകൻ സാറ് നല്ല തീരുമാനം എടുത്തു, കൈലാഷ് സാറ് തീരുമാനം എടുത്തു, ഞാൻ തീരുമാനമെടുത്തില്ലെങ്കിലോ? പറ്റുവോ? പറ്റുവോ? No. So today you have to take a strong decision. Strong decision. What should be your strong decision? ദാ ഞാൻ പറഞ്ഞേ, begin from the end. ഇന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ ഇവിടെ വന്നിരിക്കുന്നതിനെ സീരിയസ് ആയിട്ട് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ മുഴുവൻ ഒരു തീരുമാനം ഉണ്ടാവണം, where I have to go. Assume it. Sometimes you may stand in this position. ഇവിടെ ആയിരിക്കും നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഇന്ന് ലോകത്തിലുള്ള ഒരു പരിധിവരെ വ്യക്തികളും ചെയ്യുന്നത്, ഓരോ സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ കിട്ടുന്ന അനുഭവത്തിന്റെ പഴക്കത്തിൽ അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കും.
Am I right? തെറ്റായ ഒരു തീരുമാനമൊന്നും അല്ല. പക്ഷേ നമ്മൾ കിട്ടുന്നത് ഓരോന്നോരോന്ന് സ്വരുക്കൂട്ടി വെച്ചൊരു കോടീശ്വരനാകാൻ വന്നവരല്ല. ആണോ? അല്ല. കോടീശ്വരനാകുവാൻ തീരുമാനമെടുത്തിട്ട് അതാകുവാനുള്ള വഴി അന്വേഷിച്ച് വന്നവരാ. എസ്വർണോ? ഹലോ, മനസ്സിലായോ ഡിഫറൻസ് എന്താന്ന്? കിട്ടുന്നത് ഓരോന്നോരോന്ന് സ്വരുക്കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ഫലമായി കോടീശ്വരനാകാൻ വന്നവരല്ല നമ്മൾ ആരും. കോടീശ്വരനാകണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിട്ട് അവിടേക്ക് എത്തിച്ചേരുവാനുള്ള വഴി എന്ത് എന്നറിയാൻ വന്നവരാണ് നമ്മൾ. Am I right? Yes or no? അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മളുടെ ഫസ്റ്റ് ഡിസിഷൻ. പ്ലീസ് ഗോ ബാക്ക്. ഫസ്റ്റ് ഡിസിഷൻ. ഫസ്റ്റ് യു ഷുഡ് ഡിസൈൻ യുവർ ഡെസ്റ്റിനി ടു റീച്ച്. എങ്ങോട്ടാ പോകണ്ടേ? അടുത്ത മാസം ആകുമ്പോൾ എനിക്കൊരു സ്റ്റാർ പേൾ ആവണം. അടുത്തൊരു 4 മാസം കഴിയുമ്പോൾ എനിക്ക് എമറൽഡ് ആവണം. 1 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ എനിക്ക് ഗോൾഡ് എക്സിക്യൂട്ടീവ് ആകണം. അതിന് മുകളിലേക്ക് പോകാൻ പ്ലാറ്റിനം ആകണം. അങ്ങനെ ഒരു 4 വർഷം കൊണ്ട് എനിക്ക് ഡയമണ്ട് ആവണം. സുഹൃത്തെ, ഇങ്ങനെ വഴിയിൽ വീണ് കിട്ടുന്ന ഓരോന്നും ആയിരിക്കരുത് നിന്റെ ഡെസ്റ്റിനി. അതായിരിക്കരുത് നിന്റെ ലക്ഷ്യം. എനിക്ക് എന്തായി തീരണം, ഈ ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് എന്തായി തീരണം എന്നൊരു തീരുമാനം ആദ്യമേ എടുക്കണം. അത് എടുത്തതിന് ശേഷം ചെയ്യേണ്ടത് കൺവേർട്ട് ദ ഡെസ്റ്റിനി ഫ്രം ഡ്രീം ടു ഗോൾ. നമ്മൾ തീരുമാനം എടുത്തു, എനിക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ, 6 മാസം കഴിയുമ്പോൾ എനിക്ക് ഇന്നതായേ പറ്റൂ. ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ 2017 ഡിസംബർ മാസം 31-ാം തീയതി ഞാൻ ജീവനോടെ ഉണ്ട് എങ്കിൽ എനിക്ക് ഇന്ന പൊസിഷനിൽ എത്തിയേ പറ്റൂ, എനിക്ക് ഇത്ര രൂപ എൻ്റെ ബാങ്കിൽ ബാലൻസ് ഉണ്ടാക്കിയേ പറ്റൂ എന്ന് തീരുമാനമെടുത്തിട്ട് ഞാൻ ഇരിക്കുന്ന എന്നെ സംബന്ധിച്ച് ഇതെൻ്റെ ഒരു സ്വപ്നം മാത്രമാണ്. പല സ്വപ്നങ്ങളും സാധിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോൾ യാതൊരുവിധ കുറ്റബോധവും തോന്നാതെ സ്വപ്നങ്ങളെ മറന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ പെട്ട വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിൽ തിരുത്തണം. ഒരു സ്വപ്നം നമ്മൾ കണ്ടതാണെങ്കിൽ ആ സ്വപ്നത്തെ നേടിയെടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒറ്റയ്ക്കിരുന്നെങ്കിലും പൊട്ടിക്കരയണം. ബിക്കോസ് നമ്മൾ കണ്ട സ്വപ്നത്തെ വിശ്വസിച്ച ചിലരെങ്കിലും നമ്മളോട് കൂടെ ഉണ്ടാവും. Yes or no? Yes. ആ സ്വപ്നത്തെ നമ്മൾ ഗോളാക്കി മാറ്റണം. ഗോൾ എന്ന് പറഞ്ഞ വാക്കാണ് സ്വപ്നത്തിനും അപ്പുറത്തേക്ക് എനിക്ക് ഇഷ്ടമുള്ള വാക്ക് ഗോളാണ്. എന്തുകൊണ്ടെന്നാൽ the dream with a time period is called goal. എനിക്ക് ഒരു കോടീശ്വരനായേ പറ്റൂ, എനിക്ക് ഇത്ര ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കണം, എനിക്കൊരു വീട് വാങ്ങണം, എനിക്കൊരു കാറ് വാങ്ങണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, എൻ്റെ മാതാപിതാക്കന്മാരെ നന്നായി ശുശ്രൂഷിക്കണം. സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങൾക്ക് ഡേറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇറ്റ് ഷുഡ് കൺവേർട്ട് ഫ്രം ഡ്രീംസ് ടു ഗോൾ. ഈ ഗോളാക്കി മാറ്റിയതിനു ശേഷം ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വി ആർ സ്റ്റാർട്ടിങ് അവർ പോയിന്റ് ഫ്രം ദ എൻഡ്. ആദ്യമേ നമ്മളൊരു ഗോൾ തയ്യാറാക്കി ഈ ഗോളിലേക്ക് നടന്നെത്താനുള്ള മേക്ക് എ പ്രോപ്പർ ആക്ഷൻ പ്ലാൻ. നമ്മളുടെ എൻഡ് പൊസിഷൻ, ലാസ്റ്റ് ഞാൻ എവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നോ അവിടേക്ക് നടന്നെടുക്കാനുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം then start your journey of success step by step. എവിടെ എത്തിച്ചേരണമെന്ന് തീരുമാനിച്ചു, ആ തീരുമാനത്തെ ഒരു ബേണിംഗ് ഡിസയർ ആയിട്ട്, ഉള്ളിൽ കത്തുന്ന സ്വപ്നങ്ങളായിട്ട്, ഉറക്കം തരാത്ത അനുഭവങ്ങളാക്കി മാറ്റിയതിനു ശേഷം അതിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നുള്ള പ്രോപ്പർ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. ആ ആക്ഷൻ പ്ലാനും തയ്യാറാക്കി കഴിഞ്ഞാൽ 1 by 1 ഈ സ്റ്റെപ്പ് വഴി നമ്മൾ നമ്മുടെ സക്സസ്സിലേക്ക് നടന്നെടുക്കണം. ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 3ാമത്തെ പോയിന്റാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മൾ 1 by 1 സക്സസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ അത് ഫെയിലിയർ ആയേക്കാം, ചിലപ്പോൾ സക്സസ് ആയേക്കാം. കാരണം എവിടെ ചെല്ലണമെന്ന് മുൻകൂട്ടി തീരുമാനമെടുക്കാതെ നടന്നത് കൊണ്ടാണ് നമുക്ക് വഴിയിൽ വീഴ്ച വരുന്നത് അറിയാതെ പോകുന്നത്. ചെറിയൊരു ഉദാഹരണം പറയാം.
ഇവിടെ നമ്മൾ ഈ അഡ്ലക്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുമ്പിൽ കാണുന്ന ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് എറണാകുളത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ട് തൃശ്ശൂർക്ക് ടിക്കറ്റ് എടുത്താൽ പോകാൻ പറ്റുമോ? നോ. എറണാകുളത്തേക്ക് പോകണമെങ്കിൽ എറണാകുളത്തിന് പോകുന്ന ബസ്സിൽ കയറണം. തൃശ്ശൂർക്ക് പോകുന്ന ബസ്സിൽ കയറിയിട്ട് എറണാകുളത്തിന് ടിക്കറ്റ് എടുത്താൽ നമുക്ക് തൃശ്ശൂർ പോകാൻ പറ്റില്ല. ഇതുപോലെയാണ് നമ്മളുടെ ഓരോ സ്റ്റെപ്പുകളും. നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു. എങ്ങോട്ട് പോകണം? എത്തുന്നിടത്തേക്ക് എത്തട്ടെ. ഇനി മാറ്റണം. Then share your burning desire through the hurdles which you are facing every day. ഇത് ദിവസം പ്രതി നമ്മളിലേക്ക് വന്നു ചേരുന്ന ഹഡിൽസുകളാണ്. ഓരോ ദിവസവും നമ്മളൊക്കെ വളരെയധികം സ്വപ്നം കണ്ട് ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട്, ചിലപ്പോൾ ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് കിട്ടിക്കൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് മുൻപോട്ട് പോകാൻ വയ്യ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പുതിയ നല്ലൊരു അവസരം തേടി തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം, കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം, തൻ്റെ പേരൻസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തു വെക്കുമ്പോഴും നമ്മളെ നെഗറ്റീവാക്കുവാൻ, നമ്മളെ നിരാശരാക്കുവാൻ, നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുവാൻ നിരവധി പേര് ശ്രമിക്കുന്നുണ്ടാവും. എസ് ഓർ നോ? ഇങ്ങനെ ഓരോരുത്തരും നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മളുടെ കുടുംബത്തിൽ നിന്നാവാം, ചിലപ്പോൾ നമ്മുടെ ഉറ്റവരിൽ നിന്നാവാം, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നാവാം. നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾ, നമ്മുടെ ശത്രുക്കളാരും നമ്മളെ പിറകോട്ട് വലിക്കില്ല കേട്ടോ. നമ്മളെ പുറകോട്ട് വലിക്കുന്നത് നമ്മുടെ മിത്രങ്ങൾ തന്നെയാണ്. am I right? അങ്ങനെ പുറകോട്ട് വലിക്കുമ്പോൾ ആ ഓരോ വലിയിലും ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയാതെ നിന്റെ ഉള്ളിലെ തിളയ്ക്കുന്ന സ്വപ്നങ്ങൾ നീ കത്തിക്കണം. ഷാർപ്പൻ യുവർ ബേണിംഗ് ഡിസയർ ത്രൂ ദ ഹഡിൽസ് വിച്ച് യു ആർ ഫേസിങ് എവറി ഡേ. ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞ് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതായിരിക്കാം. ഒരു ഗ്രാമത്തിൽ 2 കുഞ്ഞുങ്ങൾ, ഒരു 9 വയസ്സ് പ്രായമായ ഒരു കുട്ടിയും 5 വയസ്സ് പ്രായമായ ഒരു കുഞ്ഞും. ഇവർ രണ്ടുപേരും ഒരു വനത്തിനടുത്താണ് ഇവരുടെ വീട്. ഇവരിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ വനത്തിലേക്ക് അറിയാതെ കയറിപ്പോയി. വനത്തിൽ കയറി ചെന്നു. പേരൻസ് ആരും അടുത്തില്ല, കൂട്ടുകാരാരുമില്ല. ഇവർ രണ്ടുപേരും കളിച്ച് കാട്ടിലിങ്ങനെ കടന്നുപോയി. ഈ കാട്ടിൽ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ മൂത്ത കുട്ടി, 9 വയസ്സ് പ്രായമുള്ള കുഞ്ഞ്, ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീണു. 9 വയസ്സ് പ്രായമായ കുഞ്ഞ് പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന 9 വയസ്സായ മൂത്ത കുഞ്ഞ് ഉറക്കെ കരഞ്ഞു, രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ മുകളിൽ നിൽക്കുന്നത് 5 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ അനിയനാണ്. അനിയനും അവിടെ നിന്ന് കരയാൻ തുടങ്ങി. നമ്മളും പലപ്പോഴും അങ്ങനെയാ. ജീവിതത്തിൽ അറിയാതെ ചില പൊട്ടക്കിണറ്റിൽ പോയി വീഴുമ്പോൾ വെറുതെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. ആരെങ്കിലും ഇറങ്ങി വന്ന് എന്നെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മുകളിൽ നിൽക്കുന്ന അനിയൻ ചുറ്റും നോക്കി, ആരെങ്കിലും തന്നെ സഹായിക്കുമോ എന്ന് ചുറ്റും നോക്കി. സഹായിക്കാൻ ആരുമില്ല. ഈ സമയത്ത് അനിയൻ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേര് വിളിച്ചു പറഞ്ഞു. ഒത്തിരി ദൂരത്തിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഈ മകന്റെ കരച്ചിലിന്റെ ശബ്ദത്തെ കേൾക്കുവാൻ കഴിഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഇളയ അനിയൻ ചുറ്റുവട്ടത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയ കയറ് കിട്ടി. ഈ അനിയൻ ഈ കയറെടുത്ത് ഈ കിണറ്റിലേക്കിട്ടു. കിണറ്റിലേക്കിട്ടിട്ട് ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ പിടിച്ചോ. ചേട്ടൻ പൊട്ടക്കിണറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാതെ കിടക്കുന്ന ചേട്ടൻ 5 വയസ്സ് മാത്രം പ്രായമുള്ള അനിയൻ ഇട്ടുകൊടുത്ത ആ കയറിൽ പിടിച്ചുകൊണ്ട് മുറുക്ക പിടിച്ചു, വിശ്വാസത്തോടു കൂടി പിടിച്ചു. കയറിട്ട് തന്നത് ആരാണെന്ന് നോക്കിയിട്ടല്ല, രക്ഷപ്പെടേണ്ടത് ഇവന്റെ ആവശ്യമായതുകൊണ്ട് അവന്റെ പിടുത്തം സ്ട്രോങ് ആയിരുന്നു. അനിയൻ മുകളിൽ നിന്ന് വലിച്ചു ചേട്ടനെ വലിച്ച് മുകളിൽ കയറ്റി. കാരണം താഴെ വീണത് തനിക്ക് പ്രിയപ്പെട്ട തൻ്റെ സ്വന്തം ചേട്ടനായിരുന്നു. കിണറ്റിൽ നിന്ന് കയറി വന്ന ചേട്ടന് രക്ഷപ്പെടുവാൻ മറ്റു വഴിയില്ലാത്തത് കൊണ്ട് കിട്ടിയ കയറിൽ അവൻ പിടിച്ചത് സ്ട്രോങ് ആയിട്ട്. വലിച്ചു കയറ്റേണ്ടതായി അടിയിൽ കിടക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ചേട്ടനായതുകൊണ്ട് വലിച്ച അനിയനും സ്ട്രോങ് ആയിട്ട് വലിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയൻ പൊട്ടക്കിണറ്റിൽ നിന്ന് മുകളിൽ കയറി. രണ്ടുപേരും വീട്ടിൽ ചെന്ന്, കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണല്ലോ, വീട്ടിലാരോട് കഥ പറയില്ല.
ഈ വിശേഷം വീട്ടിൽ ആരോടും പറയാതിരിക്കുക. എങ്ങനെയാണെങ്കിലും കുട്ടികളുടെ വായിൽ നിന്ന് അറിയാതെ നാട്ടുകാർ ഇതറിഞ്ഞു. നാട്ടുകാർ ഇതറിഞ്ഞപ്പോൾ, ഡിയർ ഫ്രണ്ട്സ്, ഐ ഹോപ്പ് ദാറ്റ് യു ആർ ഫോളോയിങ്. യെസ് ഓർ നോ? യെസ്. നാട്ടുകാർ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടനെയും അനിയനെയും വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മേലാൽ ഇത് കൂട്ടും നുണ പറഞ്ഞുകൊണ്ട് വരരുത്. എന്താ കാരണം? 5 വയസ്സുള്ള അനിയൻ 9 വയസ്സുള്ള ചേട്ടനെ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഹലോ 5 വയസ്സുള്ള അനിയൻ 9 വയസ്സുള്ള ചേട്ടനെ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. 30 വർഷം സർവീസ് ചെയ്തിട്ട് ഇന്നേ വരെ 50 ലക്ഷം രൂപയുടെ ബാലൻസ് പോലും എനിക്കുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാ 3 വർഷം കൊണ്ട് ഒരുത്തനിവിടെ 5 കോടി ഉണ്ടാക്കി എന്ന് പറയുമ്പോ വിശ്വസിക്കാൻ പറ്റുമോ? ഹലോ, 30 വർഷം ഞാൻ സർവീസ് ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇന്നേ വരെ ഒരു 50 ലക്ഷത്തിന്റെ ബാലൻസ് ഇല്ല. ആ സമയത്ത് എൻ്റെ അത്രയും വിദ്യാഭ്യാസമില്ലാത്ത, എൻ്റെ അത്രയും അനുഭവമില്ലാത്ത, എൻ്റെ അത്രയും സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരുവൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപ മാസാമാസം ആഴ്ചയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അത്ര എളുപ്പമില്ല. അതുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു, മിണ്ടരുത്, ഇത് കൂട്ട കള്ളക്കഥയൊന്നും മേലാ പറഞ്ഞേക്കരുത്. സ്വർണ്ണോ, ഈ കഥ കേട്ട് നാട്ടുകാർ ഒരുമിച്ച് കൂടി പിള്ളേരെ വട്ടം കൂട്ടി മിണ്ടരുതെന്ന് പറഞ്ഞു. പിള്ളേർ മിണ്ടാണ്ടിരിക്കുവോ? ഹലോ, കാശ് കിട്ടിയോന്ന് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? പൊട്ടക്കിണറ്റിൽ നിന്ന് എങ്ങനെ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറാൻ പറ്റുമെന്നറിയാതെ, ജീവിതത്തിന്റെ രണ്ടറ്റവും എങ്ങനെ കൂട്ടിമുട്ടിക്കാൻ കഴിയുമെന്നറിയാതെ കഷ്ടപ്പെട്ട് കണ്ണുനീരോടുകൂടി കടന്നവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കിട്ടി. അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്ന്, അവന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഒരു മാറ്റം വന്ന്, അവന്റെ കുടുംബത്തിലൊരു സന്തോഷവും സമാധാനവും വന്നു കഴിഞ്ഞാൽ ഇവന് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? നോ. അവര് പിന്നെയും പറയാൻ തുടങ്ങി. ഒരു ഗ്രൂപ്പിൽ പറഞ്ഞപ്പോ കേട്ടില്ല, അടുത്ത സ്ഥലത്ത് പോയി പ്ലാൻ എടുത്തുന്നേ. ഒരു പ്ലാൻ എടുക്കുമ്പോൾ ഒരുത്തം വേണ്ടാന്ന് പറഞ്ഞാൽ മടുത്തിട്ട് തിരിച്ചു പോരുമല്ല, അടുത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ പ്ലാൻ എടുക്കും. ബിക്കോസ് മൈ ഡ്രീംസ് ഈസ് സ്റ്റാൻഡിങ് വിത്ത് ദിസ് ഓപ്പർച്യൂണിറ്റി. യെസ്. ഒരുത്തൻ എന്നോട് വേണ്ട എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് തിരിച്ചു മടങ്ങിപ്പോരുവാൻ ഇതെനിക്ക് വഴി കിടന്ന് കിട്ടിയതല്ല, ഇതെനിക്ക് എൻ്റെ ദൈവമായിട്ട് ഇറക്കി തന്നതാ. ഇതിനെ ഒരുത്തൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ നിരാശനാകുവല്ല ചെയ്യുന്നേ, അവന് ഇത് വാങ്ങാൻ യോഗമില്ല എന്ന് പറഞ്ഞ് അടുത്തവന്റെ അടുത്തേക്ക് ഞാൻ പോകും. യെസ്. അങ്ങനെ അടുത്ത സ്ഥലത്ത് ചെന്നു. ഇങ്ങനെ നടന്ന് ഈ ദേശത്തിലെ ഗുരുവായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നു. മൂപ്പന്റെ അടുത്ത് ചെന്നപ്പോ മൂപ്പനോട് നാട്ടുകാർ മൊത്തം വട്ടം കൂടിയിട്ട് പറയുക, മൂപ്പ, ഗുരുവേ, കേട്ടില്ലേ, 5 വയസ്സുള്ള ഈ നരന്ത് പോലിരിക്കുന്ന ചെറുക്കൻ 9 വയസ്സുള്ള ഈ ചേട്ടനെ പൊട്ടക്കിണറ്റിന്ന് വലിച്ചു ചേറ്റിന്നാ പറയുന്നേ. ഇത് നുണയല്ലേ? ഈ നുണ പറയരുതെന്ന് ഗുരു ഈ കുഞ്ഞുങ്ങളോടൊന്ന് പറയണമെന്ന് പറഞ്ഞപ്പോ ഗുരു പറഞ്ഞു, സുഹൃത്തെ, ഇവിടെ നുണ പറയുന്നത് നിങ്ങളായി, കുഞ്ഞുങ്ങളല്ല എന്ന്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഒരു കള്ളമാണ്, അത് പിടിച്ചുപറിയാണ്, അത് മോഷണമാണ് എന്ന് നാട് നീളെ പലരും പറന്ന് നടന്നപ്പോഴും ഇത് ശരിയാണ് എന്ന് പറയുവാൻ ചിലരുണ്ടായിരുന്നു. അങ്ങനെ ഒരുമിച്ച് കൂടി ഗുരു പറഞ്ഞു, ഇത് ശരിയാ, ഇതൊരു ലീഗൽ, എത്തിക്കൽ, ലോജിക്കൽ ബിസിനസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഈ സംശയം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ മൊത്തം ചോദിക്കാൻ തുടങ്ങി. പണ്ടൊക്കെ ഇല്ലാത്തൊരു സംഭവം ഇപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഇത് കള്ളത്തരമല്ല, ഇത് ലീഗലാണെന്ന് ഇന്ത്യയിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് കൈകോർത്ത് പിടിച്ച് പറഞ്ഞപ്പോൾ നാട്ടുകാരിപ്പോൾ ചോദിക്കുക, ഇത് ശരിയാണെങ്കിൽ എങ്ങനെ സംഭവിക്കും? ഹലോ, 5 വയസ്സുള്ള കൊച്ച് 9 വയസ്സുള്ള കൊച്ചിനെ എങ്ങനെ പൊട്ടക്കിണറ്റിന്ന് വലിച്ചു കയറ്റും? 2-3 വർഷം കൊണ്ട് ഇത്രയധികം കോടി രൂപ എങ്ങനെ സമ്പാദിക്കാൻ പറ്റും? അടുത്ത ചോദ്യം. ഈ ചോദ്യം വന്നപ്പോൾ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്, സുഹൃത്തെ,
ഒന്ന്, ആ പൊട്ടക്കിണറ്റിൽ വീണുപോയ വ്യക്തി കരയിൽ നിൽക്കുന്ന വ്യക്തിക്ക് അത്രയധികം പ്രിയപ്പെട്ടവനായതുകൊണ്ട് വഴിയിലിട്ടിട്ട് പോകാനുള്ള മനസ്സ് ആ കരയിൽ നിന്നവനില്ലായിരുന്നു. സ്വർണോ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദിവസം ഇന്നിവിടെ കോട്ടും സ്യൂട്ടും ഇട്ട് അല്ലെങ്കിൽ വേദിയിലേറി മെഡലുകൾ വാങ്ങി അച്ചീവറായിട്ട് ലീഡറായിട്ട് നീ ഇരിക്കുന്നതിന് മുമ്പ് നീ ആരും അറിയാതിരുന്നൊരു സമയത്ത് നിന്നെ തേടി നിന്റെ വീട്ടിൽ വന്ന് നിന്നെ ഒരു ലീഡർ എന്ന് വിളിച്ച നിന്റെ സുഹൃത്തിനെ നീ തിരിച്ചറിയണം. നീ അവന് അത്രയധികം പ്രിയപ്പെട്ടവൻ ആയതുകൊണ്ടാ അവൻ നിന്റെ അടുത്ത് വന്നത്. സ്വർണോ യെസ്. 2, അടുത്ത വാക്കായിരുന്നു പ്രധാനപ്പെട്ടത്. ഈ 5 വയസ്സുള്ള കൊച്ച് 9 വയസ്സുള്ള കൊച്ചിനെ എങ്ങനെ വലിച്ചു കയറ്റാൻ പറ്റും? അതിനൊരു ലോജിക്ക് വേണ്ടേ എന്ന് ചോദിച്ചപ്പോ ഈ ഗുരു പറഞ്ഞ വാക്ക് എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത വാക്കാ. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തേ, ഈ 5 വയസ്സുള്ള നരന്ത് പോലിരിക്കുന്ന ഈ ചെറുക്കനോട് കരയിൽ നിന്ന് 9 വയസ്സുള്ള പൊണ്ണത്തടിയനായ ചേട്ടനെ വലിച്ചു കയറ്റാൻ നേരത്ത് നിങ്ങളെ പോലെ വിവരമുള്ള ആരുമില്ലായിരുന്നു കിണറിന്റെ തരയിൽ. നിന്നെ കൊണ്ട് ഈ കൊച്ചിനെ വലിച്ചു കയറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ. സ്വർണോ യെസ്. ആ സമയത്ത് ആ ചെറിയ കൊച്ച് തൻ്റെ ചേട്ടനെ വലിച്ചു കയറ്റുമ്പോൾ നമ്മളെ പോലെ വിവരമുള്ളവർ ആരെങ്കിലും വന്നിട്ട് നിന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ കൊച്ചിനെ കൊണ്ട് ഇത് പറ്റാതെ വന്നേനെ. സ്വർണോ പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തന്നെത്താൻ വലിച്ചു കയറ്റേണ്ടി വന്നു. അവൻ്റെ തീരുമാനത്തിൻ്റെ പുറകിൽ അവനത് വലിച്ചു കയറ്റേണ്ടി വന്നു. എൻ്റെ മെസ്സേജ് ഇത്ര മാത്രമേ ഉള്ളൂ സുഹൃത്തെ. 1, നിന്റെ കൂടെ വന്ന വ്യക്തിയെ നീ ആത്മാർത്ഥമായി സ്നേഹിക്കുക. നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ വന്ന വ്യക്തിയെ നീ ആത്മാർത്ഥമായി സ്നേഹിക്കുക. വഴിയിൽ ഇട്ടിട്ട് പോകില്ല എന്നൊരു തീരുമാനം നീ എടുക്ക്. 2, നിനക്ക് കയറിട്ട് തന്ന വ്യക്തി തന്ന കയറ് അതിനെ മുറുകെ പിടിക്കുക. ഈ 2 നീ ചെയ്താൽ സക്സസ് തേടി നീ പോകണ്ട, സക്സസ് നിന്നെ തേടി വരും. ഇവിടെ ചെറിയ എല്ലാവരും ശ്രദ്ധയ്ക്കായിട്ട് ഐ റിക്വസ്റ്റ് ഈ സ്റ്റേജിലേക്കുള്ള ലൈറ്റ് ഒന്ന് ഓഫാക്കി തരണം. ഒരു വീഡിയോ കൂടെ ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോയുടെ കണ്ട് എൻ്റെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
ഫ്രണ്ട്സ്, ഈ വീഡിയോയെക്കുറിച്ച് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. സ്വച്ഛമായി തൻ്റെ സ്വപ്നങ്ങളിൽ, തൻ്റെ ആഗ്രഹങ്ങളിൽ ദൃഷ്ടി വെച്ച് തൻ്റെ ജീവിതത്തെ ആത്മാർത്ഥമായി ആസ്വദിച്ചു കൊണ്ടിരുന്ന ഒരു ഹിമക്കരടിയുടെ സ്വപ്നങ്ങളെ കൊള്ളയടിക്കാൻ, അവൻ്റെ ജീവിതത്തിലെ സക്സസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അവൻ്റെ ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ തകർക്കാൻ വേണ്ടി വേട്ടയാടി വന്ന മറ്റൊരു സിംഹം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും. പല സ്വപ്നങ്ങളും കണ്ട് ജീവിതത്തിൽ ഇങ്ങനെ ആയിത്തീരണം, ജീവിതത്തിൽ അങ്ങനെ ആയിത്തീരണം, എന്നെ ആഗ്രഹിക്കുന്നവർക്ക്, എന്നെ പ്രതീക്ഷിക്കുന്നവർക്ക്, എന്നെ വിശ്വസിക്കുന്നവർക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം കൊടുക്കണമെന്ന് ഒരിക്കലെങ്കിലും നീ ആഗ്രഹിച്ചിട്ടില്ലേ? നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ? എന്നെ വിശ്വസിക്കുന്നവർക്ക്, എൻ്റെ മേൽ ആശ്രയം വെച്ചിരിക്കുന്നവർക്ക് അവർക്കൊരു നല്ല ജീവിതം കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച്, നമ്മൾ പ്രയത്നിച്ച് നടക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെ പിടിച്ചു പറിക്കുവാൻ, നമ്മളെ ഒന്നാകെ തകർത്തു കളയുവാൻ, നമ്മുടെ സ്വപ്നങ്ങളെ പിഴുതെടുക്കുവാൻ പലരും 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 പല വേഷത്തിൽ, പല ഭാവത്തിൽ, പല രൂപത്തിൽ നമ്മളിലേക്ക് കടന്നു വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഓടി 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 നീ തളർന്നില്ലേ? യെസ്, ആ ഹിമക്കരടിയെ പോലെ എത്ര സ്ഥലത്ത് നമ്മൾ വിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു വാക്ക് നീ ഓടാൻ തുടങ്ങിയാൽ നിന്റെ മരണത്തിലല്ലാതെ നിന്റെ ഓട്ടത്തെ നിർത്താൻ കഴിയില്ല. എന്നാലൊന്ന് തിരിഞ്ഞ് നിന്ന് നോക്ക്. ആ ഹിമക്കരടി ഓടി ഓടി ഓടി. ഇന്ന് ഈ കൂട്ടത്തിലിരിക്കുന്നവർ, ഓടി തളർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, രക്ഷപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന വഴികൾ ഒന്നുപോലും വിട്ടുപോകാതെ ഓടി ഓടി തുഴഞ്ഞ് തകർന്നു നിൽക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഈ കൂടെ ഉണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ പറയുന്നു, ഫ്രം മൈ ഹാർട്ട് വിത്ത് ഫുൾ ഓഫ് കോൺഫിഡൻസ്, നിന്നെ തകർക്കാൻ വരുന്നതിന് മുമ്പത്തോട്ട് നോക്കിയിട്ട് നിന്റെ സ്വപ്നങ്ങളെ പിഴുതെടുക്കുവാൻ വേണ്ടി നിന്നിലേക്ക് അടുത്തു വരുന്നതിനെ നോക്കി നിന്നിട്ട് നിനക്കൊന്നോ അലറാൻ കഴിഞ്ഞില്ലെങ്കിൽ, തിരിച്ചൊരു വാക്ക് പ്രതികരിക്കാൻ പോലും നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, പൊന്നു സുഹൃത്തെ, നിനക്കൊന്ന് കരഞ്ഞുകൂടെ? ഒന്ന് അലറി കരഞ്ഞുകൂടെ? ആ ഹിമക്കരടി കാണിച്ചതുപോലെ എനിക്ക് പരാജയപ്പെടാൻ മനസ്സില്ല എന്ന്, I am not going to face a failure in my life because I joined with MI Lifestyle. It is my life, it is my style. So no. Yes, I am not going to die. I am not willing to die. ഒന്ന് കരയ്. അങ്ങനെ ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ, പരാജയപ്പെടാൻ എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞ് ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ, ഇന്നിവിടെ പുതുതായിട്ട് വന്ന വ്യക്തികളോടും കൂടെ, from my heart I am talking to you, നിന്നെ ഓടിക്കുവാൻ, നിന്നെ പച്ചയ്ക്ക് കടിച്ച് കീറുവാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് എത്ര വലിയ സിംഹമാണെങ്കിലും, നീ ഒരു സ്റ്റെപ്പ് തിരിഞ്ഞു നിൽക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി MI Lifestyle will stand for you. Yes, MI Lifestyle will come for you. Your leaders will come for you. എന്നെ പരാജയപ്പെടുത്താൻ ആര് വന്നാലും തിരിഞ്ഞു നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ,
നിന്നെ കൈപിടിച്ചുയർത്തുവാൻ നിന്റെ ലീഡേഴ്സ് നിന്റെ കൂടെ വരും, നിന്റെ കമ്പനി നിന്റെ കൂടെ വരും. എല്ലാത്തിനും ഉപരി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സപ്പോർട്ടിംഗ് ഓർഗനൈസേഷനായിട്ട് വളരുവാൻ പോകുന്ന waves, the waves will come for you in anywhere, in any situation. Yes, 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 waves will stand for you. Yes, man. Yes, man. You can trust on this name and my lifestyle, waves, and my leader. Ready? Ready? Can you say, I am a winner? Can you say, I am a winner? Say loudly, I am a winner. I am a winner. I am a winner. I am a winner. Yes. Only one word. Don't permit anybody to steal your dreams. May your mother feel proud of you. പെറ്റതള്ള നിങ്ങളെക്കുറിച്ചോർത്ത് അഭിമാനിക്കുവാൻ ഇടവരുത്തട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.